കിടക്കുമ്പോഴത്തേക്കും കമിഴ്ന്ന് കിടക്കുക, ചുരുണ്ട് കിടക്കുക, ഇത്തരം ശീലം നമ്മളിൽ ഒരുപാട് പേർക്ക് ഉണ്ടായിരിക്കും. സോ ഈ ശീലങ്ങളാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും. സോ അത് നിങ്ങൾ കറക്റ്റ് ചെയ്യുക. 5 മിസ്റ്റേക്സ് ആണ് പ്രധാനമായിട്ടും നമ്മളിൽ കോമൺ ആയിട്ട് എല്ലാവരും വരുത്തുന്നത്. സോ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, അതുപോലെ അതെങ്ങനെ കറക്റ്റ് ചെയ്യാം എന്ന് നോക്കാം. സോ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, കമിഴ്ന്ന് കിടക്കുന്ന ശീലമുള്ളവരാണ്. കമിഴ്ന്ന് കിടക്കുമ്പോഴത്തേക്കും നെക്ക് പെയിനും ഷോൾഡർ പെയിനും പുറം വേദന അങ്ങനെ ഒരുപാട് വേദന ഉണ്ടായി കാണാറുണ്ട്. പിറ്റേ ദിവസം നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്യും. സോ അത് നിങ്ങൾ കറക്റ്റ് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് പോസ്ചർ എന്ന് പറയുന്നതും സൈഡ് തിരിഞ്ഞ് കിടക്കുക, അല്ലെങ്കിൽ ഫേസ് അപ്പായിട്ട് വെച്ചിട്ട് കിടക്കാം. സൈഡ് തിരിഞ്ഞ് കിടക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പില്ലോ സപ്പോർട്ടിന് വെക്കാവുന്നതാണ്. സോ സെക്കൻഡ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് 2-3 തലയിണ പൊക്കത്തിൽ വെച്ചിട്ട് കിടന്നുറങ്ങുന്നവർ. തലവേദന ഉണ്ടാകും, കഴുത്ത് വേദന ഉണ്ടാകും, കൈവേദന ഉണ്ടാകും, മൊത്തത്തിലൊരു തരിപ്പും അസ്വസ്ഥതയൊക്കെ ആയിരിക്കും. തേർഡ് വൺ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, ഈ സൈഡ് തിരിഞ്ഞ് കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ സൈഡ് തിരിഞ്ഞ് കിടന്നാലും ചുരുണ്ട് കിടക്കുന്ന ശീലമായിരിക്കും ഒരുപാട് പേർക്കുള്ളത്. ചുരുണ്ട് കിടക്കുമ്പോഴത്തേക്കും നമുക്ക് ഹിപ്പ് വേദനിക്കും, അതുപോലെ തന്നെ ഷോൾഡർ വേദനിക്കും, തലവേദനിക്കും, കഴുത്ത് വേദനിക്കും. ചുരുണ്ട് കിടക്കുമ്പോഴത്തേക്കും ആ ഒരു ബുദ്ധിമുട്ട് ബാക്കിലും ഉണ്ടാവും, പുറം വേദനയും അതുപോലെ തന്നെ ഹിപ്പും നടുവും ഒക്കെ വേദനിക്കും. സോ ആ മിസ്റ്റേക്ക് നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് സൈഡ് തിരിഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിലും പില്ലോ വെച്ച് സപ്പോർട്ട് ചെയ്തിട്ട് നിവർന്ന് സൈഡിൽ സ്ട്രെയിറ്റ് ആയിട്ട് സ്പൈൻ വെച്ചിട്ട് കിടക്കാൻ ശ്രദ്ധിക്കുക. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരുപാട് മെത്തകൾ അവൈലബിൾ ആണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളത്, കിടക്കാൻ ഭയങ്കര സുഖമുള്ളത്. ഈ കിടക്കാൻ സുഖം ഓക്കെ, പക്ഷേ സ്പൈന് സപ്പോർട്ട് കൊടുക്കണ്ടേ? അതിലെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് കാര്യം, ഒരുപാട് നേരം നമ്മൾ കിടക്കുവാണ്. അപ്പോൾ സ്പൈന് സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾ എണീക്കുമ്പോഴത്തേക്കും വേദന ഉണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും, ലോ ബാക്ക് പെയിൻ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഒക്കെ കൂടുതലാണ്. സോ മീഡിയം ഫേം മാട്രസസ് നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അവൈലബിൾ ആയിരിക്കും, ഓർത്തോപീഡിക് ആയിട്ടുള്ള മെത്തകളൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. സോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ഒരുപാട് നേരം ഒരേ പൊസിഷനിൽ കിടക്കുന്ന ശീലം ഒരുപാട് പേർക്ക് ഉണ്ടാകും. തിരിഞ്ഞു മറിഞ്ഞൊന്നും കിടക്കില്ല, അവർ കിടക്കുന്നത് പോലെ തന്നെ ആ ഒരു പൊസിഷനിലായിരിക്കും എണീക്കുന്നത്. അവർക്ക് എന്താണെന്ന് വെച്ചാൽ ബോഡി ഫുൾ ആ ഒരു പൊസിഷനിൽ കിടക്കുമ്പോഴത്തേക്കും ഭയങ്കര വേദന ഉണ്ടാകും, അതുപോലെ തന്നെ ഭയങ്കര തരിപ്പ്, നംനെസ്, അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. അടുത്ത ദിവസം ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ദിവസം ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യും. സോ സ്വാഭാവികമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിടക്കുന്നതിന് മുന്നേ സ്ട്രെച്ചിങ് ആയിട്ടുള്ള ചെറിയ എക്സസൈസ്, ഒരുപാട് വലിയ എക്സസൈസ് അല്ല, ചെറിയ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്തിട്ട് കിടക്കാവുന്നതാണ്. ഒരു 80% തന്നെ വേദനയും ആ ഒരു ബുദ്ധിമുട്ടും ഒക്കെ മാറി കിട്ടുന്നതായിരിക്കും. സോ ഇത്തരം മിസ്റ്റേക്സ് വരുത്തുന്നവർ അതൊന്ന് കറക്റ്റ് ചെയ്യുക. താങ്ക്